സന്ധ്യ കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. പകലാണെങ്കിൽ ജീവൻ പണയം വെച്ച് വേണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ. കുളത്തൂർ നിവാസികൾ പുലിഭീതിയിലാണ്. ഒരു മാസത്തിനിടെ മാത്രം 2 പുലികളാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. എന്തായാലും ഇവരുടെ ആശങ്കകളാണ് ഇന്ന് ഞാനുണ്ടിവിടെ ചോദിക്കാൻ പങ്കുവെക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 6-നാണ് തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ ആദ്യം കാണുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ ഈ പുലി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഫെബ്രുവരി 25-നാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങുന്നത്. 5 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് ഈ കൂട്ടിൽ കുടുങ്ങിയത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം 5 വയസ്സ് പ്രായമുള്ള ആൺപുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങുന്നു. ഇത്തരത്തിൽ നിരവധി പുലികളാണ് ഈ ഭാഗത്തുള്ളത്. എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികളുള്ളത്. നമ്മോടൊപ്പം ഈ പ്രദേശവാസി തന്നെ ചേരുന്നു. നാരായണൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇവിടുത്തെ ആശങ്ക എന്താണെന്ന് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ ഒരു പുലി ഭീതിയിലാണ് ഈ കുളത്തൂറും പരിസര പ്രദേശങ്ങളും. എന്താണ് നിലവിലൊരു സാഹചര്യം? തീർച്ചയായും നമ്മളാകെ കഴിഞ്ഞ 2-3 മാസക്കാലമായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം 6-നാണ് ഇവിടെ ഒരു തുരങ്കത്തിലൊരു പുലി വരുന്നത്. അതിന് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ വലിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണം ഇല്ലാത്ത സ്ഥിതിയായിരുന്നു അതിന് കുറച്ച് നാൾ മുമ്പേ. പക്ഷേ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ നാട്ടിലെത്തുകയും നമ്മൾ പറഞ്ഞ അത് ഒരു ആദ്യം ആക്രമിക്കപ്പെടുന്നത് പട്ടികളാണ്. പ്രദേശത്തെ പട്ടികൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തോടു കൂടിയിട്ട് ഏകദേശം ഒരു 100-ലധികം പട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്ന് അത് പരിശോധനകളൊക്കെ നടത്തി. അപ്പോൾ അവസാന ഘട്ടത്തിൽ അവർ പറഞ്ഞു ഓക്കെ ഇത് പുലിയാണ് എന്നുള്ള നിലയിലേക്ക് വന്നു. അവിടെ നിന്ന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ തുരങ്കത്തിൽ ആദ്യം ഫെബ്രുവരി മാസം 6-ന് കൊടുക്കുന്നത്. അത് ഇപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ അത് മയക്കുവെടി വെക്കുന്നതിൻ്റെ ഇടയിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. തുടർന്ന് നമ്മളെല്ലാം ഇവിടെ പ്രത്യേകമായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയമായിട്ടൊരു യോഗം വിളിച്ചു ചേർത്തു. പലർക്കും ടൗണിലൊരു യോഗം വിളിച്ചു ചേർത്ത് ജനങ്ങൾക്കൊരു നല്ലൊരു ബോധവൽക്കരണം. കുട്ടികളെല്ലാം സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോകുന്ന വഴികളിലെല്ലാം വലിയ രീതിയിൽ ഇത് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. റോഡ് സൈഡിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനത്തെ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡിൽ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ചെറു വാഹനങ്ങളിലെല്ലാം ബൈക്കിൽ പോകാനും ഓട്ടോറിക്ഷ എന്ന നിലയിൽ പോകാനൊക്കെ വലിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ യോഗത്തിൽ വെച്ചിട്ട് പലയിടത്ത് നടന്ന യോഗത്തിൽ വെച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ ഒന്നിലധികം പുലികളുണ്ട്. ഇത് ഇപ്പോൾ അടുത്ത കാലത്ത് ഒന്നേ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിലും ഒന്നിലധികം നമ്മുടെ മുളിയാർ പഞ്ചായത്തിൻ്റെ റിസർവ് വനമാണ്. തൊട്ടടുത്ത് ഒരു 3-4 കിലോമീറ്ററിൻ്റെ അടുത്ത് റിസർവ് വനമാണ്. അപ്പോൾ അവിടെ നിരവധി പുലികളുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇത് നല്ല നിലയിൽ ബന്ധപ്പെട്ട അധികാരികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ജാഗ്രത കാണിച്ച് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ നടത്തണം. അപ്പോൾ അവർ പറയുകയും ചെയ്തു നമുക്ക് പറ്റാവുന്ന നിലയിലുള്ള നമ്മൾ എല്ലാ ശ്രമത്തിലും ശ്രമിക്കുന്നുണ്ട്. റേഞ്ചർ അതുപോലെ തന്നെ DFO ഉൾപ്പെടെ വന്നിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ ആ വിശ്വാസത്തിൽ അവർ നല്ല നിലയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. നമ്മളെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾ പുലിക്കൂട് സ്ഥാപിക്കാനും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടൊരു റെയ്ഡ് എല്ലാ ദിവസങ്ങളും 2 ഭാഗം തെക്കിലാലട്ടി റോഡിൻ്റെ 2 ഭാഗം കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് ജനങ്ങളെല്ലാം ചേർത്ത് കൊണ്ട് നല്ലൊരു റെയ്ഡ് നടത്തി പടക്കം പൊട്ടിച്ചും ചെണ്ട കുട്ടിയൊക്കെ അതിനെ ഓടിക്കാൻ പറ്റുന്ന പുതിയ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇതിനെ നിരീക്ഷിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം 25-ാം തീയതി നമ്മുടെ നെടുവോട്ട്, അതായത് പുലിക്കം തൊട്ടി എന്നാണ് പഴയ നാമധേയത്തിൽ അറിയപ്പെടുന്നത്. അവിടെ പഴയ കാലത്ത് പുലികളൊക്കെ ഉണ്ടായ വലിയ പാറമടയാണ്. ഏകദേശം ഒരു 100 മീറ്ററോളം വിസ്താരമുള്ള പഴയ കാലത്ത് നന്നായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ പുലി എത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നതോടുകൂടി അവിടെ കൂട് സ്ഥാപിക്കുകയും അതിനകത്ത് കുടുങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അത് ആ ക്യാമറയിൽ തന്നെ 2 എണ്ണം കുടുങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 2 പുലി ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമറയിൽ കുടുങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ആ കൂടിൽ ഒരു പുലി ആദ്യം പെടുകയും തുടർന്ന് അതിൻ്റെ ചുറ്റുവട്ടം തന്നെ വീണ്ടും ഈ പുലിയുടെ ആക്രമം നേരത്തെ പറഞ്ഞ പോലെ പട്ടികളെ കടിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായി. ഒരു വീട്ടിൽ ഒരു രമേശൻ നായങ്കടവ് എന്ന് പറഞ്ഞ അയാളുടെ വീട്ടിൽ നിന്ന് 2 പട്ടികളായിരുന്നു കൊണ്ടുപോയത്. അപ്പോൾ ഉറപ്പിച്ച് അതായത് ഈ പുലിക്കൻതൊട്ടി എന്ന് പറഞ്ഞ പാറമട പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ സൗകര്യമുള്ളതാണ്. അതുകൊണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് പോകില്ല. ഞാൻ അന്നത്തെ യോഗത്തിൽ വെച്ചും പറഞ്ഞതാണ് ഈ മടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചു പോകില്ല. അത്രമാത്രം സുഖ സൗകര്യങ്ങളില്ല. അത് പ്രാദേശികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നാടൻ രീതിയിൽ ആൾക്കാർക്ക് കമൻറ്റ് പറഞ്ഞിട്ട് ഫാസ്റ്റ് ഫുഡാണ് പട്ടി ഇറച്ചി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ലഭിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ വീണ്ടും ഒരു പരിശോധന നടത്തി. അപ്പോൾ ഇത് പോയിട്ടില്ല. വീണ്ടും
നമ്മുടെ ഇവരെ പിന്നെ ഫോറസ്റ്റിൻ്റെ ക്യാമറയിൽ കുടുങ്ങി വീണ്ടും കൂട് അതേ സ്ഥലത്ത് തന്നെ തൊട്ടൊരു 10 മീറ്റർ മാറി മറ്റൊരാളുടെ സ്ഥലത്താണ് പിന്നെ ആദ്യം ജനാർദ്ദൻ്റെ രണ്ടാമത് മധു എന്ന് പറയുന്ന ആളുടെ പറമ്പിലാണ് റബ്ബർ തോട്ടത്തിനകത്താണ് കൂട് വെക്കുകയും അതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും കുടുങ്ങുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ 2 പുലി ഇപ്പോൾ പോയി. അതാണ് പൊതുവേ ഇവിടെ ഏകദേശം ഒരേ ഘട്ടത്തിൽ പല പ്രദേശത്ത് നമ്മുടെ കുളത്തൂറിൻ്റെ ഒരു 3 വട്ടത്തിൽ പിന്നെ 3 കിലോമീറ്റർ ചുറ്റളവിൽ പല സ്ഥലത്തിലും ഒരേ സമയത്ത് പുലിനെ കാണുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറുകളുടെ ഇടവേളയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 4 or 5 പുലികൾ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് നാട്ടുകാരൊക്കെ ഉള്ളത്. ഇപ്പോൾ പൊതുവേ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ ആദ്യം പിടിച്ച പുലീനെ നമ്മുടെ കേരള കർണാടക അതിർത്തിയിൽ കൊണ്ടുപോയി വിട്ടു എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തിലെ ആൾക്കാരെല്ലാം വളരെ ജാഗ്രത കാണിക്കുന്ന സ്ഥിതിയും പിന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ഓഫീസുകളിലും പോയി പിന്നെ അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിഷയം കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം അവരോട് അവിടെ യോഗം നടത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയധികം പുലികൾ ഈ കേവലം 1-2 വർഷത്തിൻ്റെ ഇടയിലാണ് ഈ പുലിയുടെ ഭീകരമായ രീതിയിലുള്ള ഒരു നാട്ടിൽ ഭീതി ഉണ്ടാക്കുന്ന സ്ഥിതി വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇപ്പോൾ ഏകദേശം നാട്ടിലൊരു സംസാരമുണ്ട്. അതായത് കർണാടക അടുത്താണല്ലോ. അപ്പോൾ കർണാടകയിൽ വലിയ നിലയിൽ പിന്നെ പുലികളുടെ ശല്യം ഉണ്ടാകുന്നുണ്ടെന്നില്ല പിന്നെ ഒരു അകത്ത് ചില ആൾക്കാർക്ക് പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവിടുന്ന് പിടിച്ച് കൊണ്ടുവരുന്ന പുലി നമ്മുടെ കേരള ബോർഡറിൽ ഇറക്കി വിടുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചെവിയിലേക്ക് അത് എത്തിയിട്ടുണ്ടാവാം. അവരത് സ്ഥിരീകരിച്ച് അതിൻ്റെ അതുകൂടെ പരിശോധിച്ച് കൊണ്ടുപോകണം ഇനി മുമ്പിലോട്ട് നമ്മുടെ നാടിൻ്റെ ഈ ഭീതി അകറ്റാൻ. അതായത് ഇപ്പോൾ നിലവിൽ ഒരു 4-5 പുലികൾ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. അതായത് കർണാടക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ പിടികൂടി കേരള അതിർത്തിയിലേക്ക് വിടുന്നു. അത്തരം പുലികൾ നമ്മളെ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. അതായത് ആ ഒരു ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു അന്വേഷണം നടത്തണം എന്നാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. അത് സാധ്യത കൂടുതലാണ്. അത് ഇത്രമാത്രം പുലികൾ, അതായത് നമുക്ക് പൊതുവേ പുലികൾ നമ്മുടെ തെക്കൻ പ്രദേശത്താണ്, അതായത് കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടുള്ള പ്രദേശങ്ങൾ വയനാടൊക്കെയാണ് പുലി കൂടുതലായിട്ട് നമ്മളിവിടെ കൂടുതൽ വനങ്ങളിലുള്ള ആ പ്രദേശത്താണ്. ഇവിടെ കേവലമായ ഇതേയുള്ളൂ. നമ്മളെ കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവ് വനം കുറച്ച് കുറവാണ്. പക്ഷേ പുലികളൊന്നും ഇത്രമാത്രം കൂടുതൽ നമുക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഇത് കർണാടകയായിട്ട് ബന്ധപ്പെട്ട് കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ പ്രദേശങ്ങളിൽ പിടികൂടപ്പെടുന്ന പുലികളാണോ ഇത് എന്നുള്ള വലിയൊരു സംശയമുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ അന്വേഷണം നടത്തി അത് സ്ഥിരീകരിക്കുന്ന സ്ഥിതി വേണം. ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ നടത്തി അത് പരിശോധിക്കണം എന്നാണ് പൊതുവായിട്ട് പറയാനുള്ളത്. പുലി ഭീതി ഏകദേശം തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. നമുക്ക് പല ദിക്കിലും പല ആൾക്കാരെല്ലാം പുലിയെ കാണുന്നുണ്ടെന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിലാണ് അധികം കാണാറുള്ളത്. പക്ഷേ ആകെ ഒരു ഭീതിയോട് ആയിരുന്നു കുളത്തൂർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 2 പുലിനെ പിടിക്കാൻ വേണ്ടി സാധിച്ചതിന് ശേഷം ഒരുവിധം ഇപ്പോൾ ഫോറസ്റ്റ് അധികാരികളും പഞ്ചായത്തിൻ്റെ അധികാരികളെല്ലാം നല്ല സപ്പോർട്ട് ഈ സമയത്തുണ്ട്. അന്ന് മടന്തക്കോട് പുലി കുടുക്കൽ കണിഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ ജനങ്ങളാകെ പരിഭ്രാന്തിയിലായിരുന്നു. ആ രീതിയിലല്ല ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ഒരു ആ പരാജയത്തോടു കൂടി അവർ കണ്ണ് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സ് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ 2 പിടിക്കാൻ വേണ്ടിയുടെ കാരണം. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കിപ്പോൾ വലിയൊരു ഭീതിയാണ്. ഇതുവരെ ഒരു മനുഷ്യാക്രമണം ഉണ്ടായിട്ടാണ്. നായ്ക്കൾ അവരെ ഭക്ഷണത്തിന് വേണ്ട അതല്ലാതെ ഉണ്ടായിട്ടാണ്. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ ആക്രമിക്കണം എന്നില്ല. കാണുമ്പോൾ തന്നെ ഭയപ്പാട് സ്കൂൾ കുട്ടികളെല്ലാം നടന്നു പോകുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഭീതിയോടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ തൽക്കാലം ഭീതി കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ 2 പുലി ഇപ്പോൾ പിടികൂടിയതും വനംവകുപ്പ് പറയുന്നത് ആക്രമണകാരികളാണെന്നാണ്. അത് എത്രത്തോളം വീടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഭയം ഉണ്ടാക്കുന്നുണ്ട്? പക്ഷേ തീർച്ചയായിട്ടും ഭയപ്പാട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഫോണിൽ കാണുമ്പോൾ തന്നെ ഒരു ഭയപ്പാട് കാണാം. പിന്നെ അത് നേരിട്ട് കണ്ടെങ്കിൽ എന്താവും. പിന്നെ കുട്ടികളും കുടുംബാംഗങ്ങളെല്ലാം രാത്രി സമയങ്ങളിൽ യാത്ര ഇപ്പോൾ പണ്ടത്തെ പോലെ നടന്നു പോകാറില്ല. വാഹനങ്ങളിൽ പോകുമ്പോഴുള്ള ഒരു സേഫ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ സന്ധ്യാസമയം ആയെങ്കിൽ ഇപ്പോൾ നടന്നു പോകാറുന്ന ഒരു പതിവില്ല. പൊതുവെ നടന്നു പോകാറില്ല. എന്നാലും പകൽ സമയങ്ങളിൽ കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. രാത്രി കാലങ്ങളില്ല. ഇപ്പോൾ ഇവിടുത്തെ പല പരിപാടികളടക്കം പിന്നെ ക്ഷേത്ര ഉത്സവങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം അവരവർ സേഫ് ഒരു ശ്രദ്ധ ഉണ്ട്. അതിനാണ് ആ ഒരു ഭീതിയോടുകൂടി മുമ്പത്തെ പോലെ കേരള സർക്കിട്ട് പോകുന്ന സ്ഥിതിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വേനൽ അവധിക്കാലമാണ്. കുട്ടികൾക്കൊക്കെ കളിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ കുട്ടികളെ എത്രത്തോളം നമുക്ക് സുരക്ഷിതരാണ്? നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് ഇടയിലുള്ള എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്? തീർച്ചയായും ആശങ്ക ഉണ്ടാവുന്നല്ല. നമുക്കത് മുൻകൂട്ടി ഒന്ന് സംഭവിച്ചെങ്കിലേ നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു പുലി ആക്രമിച്ചിട്ട് ഒരു വിഷയം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എവിടെയെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് അത് മനുഷ്യ സഹജമാണ്. എവിടെയെങ്കിലും ഒരു ഉദാഹരണമായിട്ട് സംഭവം കാണുമ്പോഴാണ് ബാക്കിയിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കൽ. അപ്പം അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് കാണാനില്ലാത്തത് കൊണ്ട്
നമുക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. ഒരു ആൺപുലിയും പെൺപുലിയാണ് ഇപ്പോൾ പിടികൂടിയത്. അതുപോലെ തന്നെ പുലി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളൊരു വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്? നിലവിൽ ഇപ്പോൾ എത്ര ഭാഗത്തു നിന്ന് ഇപ്പോൾ കൂടുതൽ പുലികളെ കണ്ടിട്ടുണ്ട് ആൾക്കാർ? നമ്മൾ കുളത്തൂർ പ്രദേശത്ത് നിന്നെല്ലാം വിവിധ ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള വിവരം ഉണ്ട്. പക്ഷെ അവർ ഒരു 1-2 പുലികളല്ല, കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം ഇല്ല തന്നെയാണ് ഒരു വിവരം ഉള്ളത്. അതായത് നമുക്ക് പിന്നെ അവരെ ഒരു നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്ന രീതിയില്ല. ഒരു പുലിത്താവളമായിട്ട് ഇത് മാറൂല. അവർ കുറച്ച് കഴിയുമ്പോൾ അവർ മറ്റു മേഖലകളിലേക്ക് പോകുന്നത് ആദ്യം തർക്കമില്ല. അങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയതും. തിരിയണ്ണി, കാനത്തൂർ പ്രദേശങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീടാണ് നമ്മളെ കുണ്ടംകുഴി, കൊളത്തൂർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പുലി വലിയ തോതിൽ ഭീതിയാണ് ഉയർത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പെർലടക്കം എന്ന സ്ഥലത്താണ്. അതായത് കൊളത്തൂർ വില്ലേജിൽപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും ഇവിടെ വ്യാപാരികളും ആശങ്കയിലാണ്. ഇവിടെ നിന്നും കടകളൊക്കെ അടച്ച് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ വലിയ ഭീതിയിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് വ്യാപാരികളുടെ പ്രതികരണം കൂടി തേടാം. എന്താണ് നിലവിൽ ഒരു അവസ്ഥ? നിങ്ങൾ കടകളൊക്കെ പൂട്ടി രാത്രി കാല സമയമാണല്ലോ വീട്ടിലേക്കെല്ലാം പോകുന്നത്. എന്താണ് ഒരു അവസ്ഥ? നമ്മൾ വീട് തൊട്ടടുത്തായതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ കുറച്ച് അകലത്തിലെ വീടെല്ലാകുമ്പോൾ കുറച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട് 8 മണിക്ക് ശേഷം എല്ലാകുമ്പോൾ. ഇപ്പോൾ 2 പുലിയാണ് നമ്മളിവിടുന്ന് കൂട്ടിൽ പെട്ടത്. അപ്പോൾ ഇനിയും ഒരു 2-3 ഉണ്ടെന്നാണ് നിലവിൽ തോന്നുന്നത്. പല സ്ഥലത്തും റോഡ് രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ പിന്നെ കാണുന്നുണ്ട്. വഴി യാത്രക്കാർ പിന്നെ വാഹനത്തിൽ പോകുമ്പോൾ എല്ലാം കാണുന്നുണ്ട്. ഈ ഒരുപാട് കടകളൊക്കെ ഉണ്ട്, വ്യാപാര സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സന്ധ്യയായി കഴിഞ്ഞാൽ ഈ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതും നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അത് ഒരു മാസം മുമ്പേ നല്ലോണം ബാധിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 പുലി കൂട്ടിലകപ്പെട്ടോട് കുറച്ച് ഭീതി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നല്ലോണം ഭീതിയിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും പിന്നെ വളർത്തു നായനെയും എല്ലാം പിടിച്ചിട്ട് പോയിട്ട് അതിൻ്റെ തലഭാഗം കിട്ടിയിട്ടാകുമ്പോൾ ഭയങ്കര ഭീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ 2 പുലി കിട്ടിയത് കൊണ്ട് നമ്മളെ ഭീതി കുറച്ച് നാട്ടിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അടിയന്തരമായി വനം വകുപ്പോട് ആവശ്യപ്പെടാനുള്ളത്? എന്താണ് നിങ്ങൾക്ക്? വനം വകുപ്പോട് പറഞ്ഞാൽ ഈ പല സ്ഥലത്തും ഇത് കാണുന്ന കാട് പ്രദേശമുണ്ട്. ആ സ്ഥലത്തെല്ലാം കൂടുകൾ സ്ഥാപിച്ചിട്ട് പിന്നെ ഇതേപോലെ ഇപ്പോൾ പിടിച്ച പോലുള്ള സ്ഥലങ്ങളിൽ ഇതിനെ കൂടി പിടിച്ചിട്ട് മറ്റു സ്ഥലത്തിൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ ഇത് തുറന്നു വിട്ട് പറഞ്ഞിട്ട് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു വനമേഖലയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഇതിനെ തുറന്നു വിടാൻ ആവശ്യമായ ഇത് സ്വീകരിക്കണം. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചാണ് ഈ കർണാടകയിൽ നിന്നും പിടികൂടുന്ന ഇത്തരത്തിൽ ജനവാസ മേഖലകളിലൊക്കെ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ, പുലി ഉൾപ്പെടെ നമ്മളെ അതിർത്തിയിൽ കൊണ്ടുവിടുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് പിന്നെ ചില സ്ഥലത്ത് അത്ര ആരോപണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് പാടില്ല. അതിൻ്റേതായ വന്യജീവി സങ്കേതത്തിൽ തന്നെ കൊണ്ടുവിടണം. മറ്റു ചെയ്താൽ നമ്മളെ അനുഭവിച്ച പോലുള്ള കാര്യങ്ങൾ മറ്റേ പഞ്ചായത്തിലും മറ്റേ സ്ഥലങ്ങളിലും അനുഭവിക്കും. അതുകൊണ്ട് പിന്നെ ഈ വന്യജീവി സങ്കേതത്തിൽ തന്നെ കൊണ്ടുവിടാൻ ആവശ്യമായ ഇത് ഉണ്ടാക്കണം. എന്തായാലും കൊളത്തൂരിലെ ഭീതി അവസാനിക്കുന്നില്ല. ഇവരുടെ ഈ ആശങ്ക അകറ്റാൻ അടിയന്തര ഇടപെടൽ ഇനിയും വേണം. കൂടുതൽ പുലികളെ കണ്ട സ്ഥിതിക്ക് കൂടുകൾ സ്ഥാപിക്കണം. ഒന്നിലധികം കൂടുകൾ സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള ആ ഒരു നീക്കമാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഏതായാലും ചെറിയൊരു ഇടവേള. കൊളത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പുലിഭീതി അകറ്റണമെന്ന ആവശ്യം തന്നെയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. കൂടുതൽ പേർ പ്രതികരിക്കാൻ നമ്മോടൊപ്പമുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം പറഞ്ഞാൽ ഇപ്പോൾ പുലി എല്ലാ ഭാഗത്തും ഭയങ്കരത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്നിനെ കൊണ്ടുപോയി. ഇപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ഭയങ്കര പ്രദേശത്തും ഭയങ്കര കാടും കാര്യമല്ല. അതിലിപ്പോൾ സന്ധ്യക്കലും പോകാൻ ഭയങ്കര ഒരു പേടിയാണ് അതിൽ. പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്രദേശത്തും ഉണ്ട് കൂടുതൽ. ഈ ഏതെല്ലാം ഭാഗത്ത്, ഇപ്പോൾ കൊളത്തൂർ വില്ലേജിൽ പെടുന്ന ഏതെല്ലാം ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ പുലിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തി? ഒന്ന് നമ്മൾ ഇവിടെ ആയങ്കട് ഭാഗത്തൊന്നുണ്ട്. അടുത്ത 2 പിടിച്ചു. പിന്നെ ഇപ്പോൾ ഈ കാപ്പി ഭാഗത്തുണ്ട്. പിന്നെ പാണ്ടിക്കണ്ടം അരിയിൽ അതിലുണ്ട്. കൂടുതൽ അതിലാണ് ഉള്ളത്. നമ്മൾ 2 പുലിയെ പിടിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഭാഗത്ത് തന്നെ. ഇപ്പോൾ ഉള്ളത് ഒരു ജനവാസ മേഖലകളിലാണ്. ഇവിടെ കച്ചവടക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു വൈകിട്ടാകുമ്പോൾ ആളുകളില്ല. എന്താണ് സന്ധ്യയാകുമ്പോൾ ഒരു പേടി പുറത്തേക്ക് ഇറങ്ങാൻ? തന്നെ ഈ പുലി കാരണം എല്ലാവരും ഒരു 5:30-5 മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ കൂടാൻ തുടങ്ങി. ഒരു 6:30-7 മണി വരെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം പ്രദേശം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാവരും 5-5:30 ആകുമ്പോഴേക്ക് വീട്ടിലെത്തി. വൈകിട്ടാകുമ്പോൾ നമുക്കൊരു ഹോട്ടൽ നടത്തുന്നത് 5-6 മണിയാകുമ്പോഴേക്കും എല്ലാവരും കഴിഞ്ഞു പോയി. ആരും ഉണ്ടാകുന്നില്ല. സാഹചര്യം ഇപ്പോൾ ഉള്ളത് നാട്ടിൽ.
എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇത്ര കൂടുതൽ ഈ പുലി സാന്നിധ്യം ഉണ്ടാകുന്നതെന്ന് എന്തെങ്കിലും അങ്ങനെ വിവരം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് മറ്റും ലഭിച്ചിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നും കിട്ടിയില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു പുലി എന്ന് പറഞ്ഞത് ഇപ്പം നോക്കുമ്പോൾ ചുറ്റുപാടും പുലിയുണ്ട്. അന്ന് ഒന്നിനെ പിടിച്ചാൽ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഉണ്ടായില്ല പറഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ ഒരു മടയിൽ തന്നെ രണ്ടെണ്ണത്തിൽ കിട്ടി. ഇപ്പോൾ അവർ പറഞ്ഞ് ഇനിയും ഉണ്ട് അതിൻ്റെ അകത്താണ്, അതിൻ്റെ കുഞ്ഞുണ്ടെന്നാണ് പറയുന്നത്. രണ്ട് ഇതൊന്നും ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ ആദ്യം ഈ മടന്തക്കോട് ഭാഗത്താണ്. മടന്തക്കോട് നമ്മളെ കൃഷ്ണാട്ടൻ്റെ തുരങ്കത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. അന്ന് അതിവിദഗ്ധമായി അതിനെ കൂട്ടിലിട്ടു, അല്ല ഈ തുരപ്പിലാക്കി. പക്ഷെ പിന്നീട് ഫോറസ്റ്റുകാർ വന്ന് അതിനെ പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ രക്ഷപ്പെട്ടിട്ടു. അതിന് ശേഷം പിന്നെ ഈ നാട്ടിലാകെ ഭീതിയായി. പക്ഷെ പിന്നീട് ഈ ബരോട്ടി നെടുവോട്ട് ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടപ്പോൾ ഫോറസ്റ്റുകാർ നന്നായി ഇടപെടുന്നുണ്ട്. അവർ ഇടപെടാതൊന്നുമില്ല. അവരെ സാധ്യത വെച്ച് നല്ലപോലെ അതിൻ്റെ RRTമാരെല്ലാം വന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കൂട് വെച്ചു, ക്യാമറ വെച്ചപ്പോൾ ആ കൂട് വന്നു, അത് പിടിച്ചു അത് കൊണ്ടുപോയി. പക്ഷെ അത് കൊണ്ടുപോയപ്പോൾ പിന്നെ വിവാദമായി. അതവിടെ കൊളത്തുമല പറയുന്നൊരു സ്ഥലത്ത് കൊണ്ടാക്കി എന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം വേണം ഇവിടെ 1-2 സ്ഥലങ്ങൾ പാണ്ടിക്കണ്ടത്തൊരു ആടിനെ കൊന്നു. അങ്ങനെ നമ്മളെ ഈ പ്രദേശത്ത് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് 5ഓളം പുലിയുണ്ട് എന്നാണ്. അതിലിപ്പോൾ മിനിയാന്ന് പിടിച്ച ആൺപുലിയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ എല്ലാ ഭാഗത്തും പുലിയുണ്ട്. ഇപ്പോൾ ആയങ്കട ഭാഗത്ത് പുലി സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ നെടുവോട്ടാണ് കാര്യമായിട്ടുള്ളത്. മടന്തക്കോട് ഭാഗത്ത് ഈ അന്നത്തെ ഇതിന് ശേഷമില്ല. അന്ന് ചാടിപ്പോയതിന് ശേഷം പുലി ഞാൻ കാണുന്നില്ല എന്നാണ്, ആരും കണ്ടിട്ടില്ല അതിന് ശേഷം. പിന്നെ അതുപോലെ തന്നെ ഈ എയ്യള ഭാഗത്ത് നമ്മളെ ഇവിടെ എയ്യള പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതല്ല ഈ ഒരു പുലി തന്നെ സഞ്ചരിക്കുമ്പോൾ വ്യാപകമായി പോകുന്നതാണ്. പക്ഷേ ഇതെല്ലാം സമയത്ത് തന്നെ നാട്ടുകാർ ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുന്നുണ്ട്. അവർ നല്ല താല്പര്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. വളരെ നന്നായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പുലി കാണുമ്പോഴേക്ക് അവിടെ വന്ന് പുലിനെ പിടിക്കാറിഞ്ഞാൽ നടക്കില്ലല്ലോ. അതിന് അവരേതായ ചില നീക്കുപോക്കുകൾ പിന്നെ പ്രോസസ്സെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ പ്രോസസ്സിനനുസരിച്ച് കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് അധികൃതരും കാര്യമായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രാദേശികമായ ഒരു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ട് ഇവിടെ നാട്ടുകാരുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി യോഗം വിളിച്ചു ചേർത്തും. MLA സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്. കാര്യമായി പിന്നെ മന്ത്രി തന്നെ അതിന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ ഇതിൻ്റെ സംവിധാനങ്ങളിൽ കുറവുണ്ട്, അത്യാധുനിക സൗകര്യങ്ങളൊക്കെ തന്നെ വേണ്ടതുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പുലിനെ കാണുമ്പോൾ ഗവൺമെൻറ് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ കാര്യത്തിൽ MLA ഉൾപ്പെടെ വലിയ ഇടപെടൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ സ്ഥലത്തൊക്കെ അന്ന് പോയതാണ്. MLA ആദ്യം തന്നെ അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ അടിയന്തരമായി ജനങ്ങളുടെ ഒരു ആശങ്ക അകറ്റേണ്ടതുണ്ട്. അതിനെന്താണ് ഇപ്പോൾ മാർഗം? ആശങ്ക അകറ്റു പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള പിന്നെ കരുതലുകൾ ഉണ്ടാക്കി. ഇപ്പോൾ അതിൽ ആ കരുതലുകൾ ഉണ്ടാക്കുന്നതിൽ കുറവുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പുലി സാന്നിധ്യം കണ്ടാൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യമായി ഇടപെടുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ പ്രിയ ആയാലും ഗോപാലകൃഷ്ണനായാലും വസന്തകുമാരിയൊക്കെ തന്നെ. വസന്തകുമാരിക്ക് ഈ പ്രശ്നമില്ല, ഇവർ രണ്ടുപേർക്കാണ്, ഗോപാലകൃഷ്ണനും പിന്നെ പ്രിയക്കാണ് ഈ പ്രശ്നമുണ്ട്. പക്ഷെ അവർ കാര്യമായി ഇടപെടുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഫോറസ്റ്റ് അധികൃതർക്ക് ചില പിന്നെ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് മാത്രമല്ലേ വരാൻ കഴിയുള്ളൂ. ഇങ്ങനൊരു പുലി കാണുമ്പോഴേക്ക് വന്ന് പിടിക്കാൻ കഴിയും. എന്നാലിപ്പോൾ മിനിയാന്ന് കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പാണ് നെടുവോട്ട് പിടിച്ചത്. പക്ഷേ അവിടെ തന്നെ വീണ്ടും സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്യാമറ വെച്ചു, കണ്ടെത്തി. 2 ദിവസം കഴിയുമ്പോൾ പുലിനെ പിടിച്ചു. പിന്നെ ഇത് ഈ കാണുമ്പോൾ തന്നെ പിടിച്ചു കൊണ്ടുപോകണം എന്നല്ല വാശി പിടിച്ചാലും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തോ അല്ലെങ്കിൽ MLAയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗത്തോ ഒരു പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായില്ല. കാരണം അതിനെ പിടിച്ചു കൊടുക്കാൻ നാട്ടുകാരും കൂടി സഹായിച്ചാൽ നടക്കും. നാട്ടുകാരും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ട്, അതിൽ ഗൗരവമുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരുപാട് പുലികൾ എങ്ങനെയാണ് ഈ പുലി നേരത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ വന്യമൃഗശല്യം അത് നേരത്തെ ശല്യം ഇല്ല. പക്ഷെ ഇപ്പോൾ എന്താ പറഞ്ഞാൽ കാട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നതിൽ കുറവ് വന്നു, വല്ലാതെ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേനൽക്കാലമാണ്, അവിടെ കാട്ടരുവികളില്ല, വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ നാട്ടിൻപുറത്തേക്ക് വന്ന് അത്യാവശ്യം പിന്നെ വയലിൽ നിന്നെല്ലാം വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥിതി. ഇപ്പോൾ ഈ പുലി സാന്നിധ്യം കണ്ട സ്ഥലങ്ങളെല്ലാം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ മടന്തക്കോട് കൃഷ്ണാട്ടൻ്റെ വീടായാലും അവിടെ തന്നെ കാനം എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ ഇപ്പുറം പെനയാലാകുമ്പോൾ പുഴയൊക്കെ. ഇപ്പോൾ ഈ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കാട്ടിൽ നിന്ന് വേണ്ടത്ര ലഭ്യമല്ലായിരിക്കുമ്പോഴാണ് പുലി വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാർ നന്നായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില പിന്നെ വേണ്ടാത്ത രീതിയിൽ അതിൽ ഇടപെട്ട് അതിനെ വഷളാക്കുന്ന രീതിയിലേക്ക് ഒരു പുലിനെ കണ്ടപ്പോൾ അതിനെ കാണിക്കാൻ. കാരണം അന്ന് നെടുവോട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ നല്ലപോലെ അതിനെ പൂട്ടി പിന്നെ അതിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊരു സാവകാശം നമ്മൾ ആൾക്കാർ കൊടുക്കില്ല.
അപ്പോൾ അതും തെരഞ്ഞ് ആകെ നാട്ടിനെ പറയിക്കുന്ന രീതിയിലായി പോകുന്നു. കൊളത്തൂർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു നല്ല സോഫ്റ്റ് കോർണർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ യാതൊരു പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നല്ല CPM വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കും. ജനങ്ങൾ എപ്പോഴും വലിയ ആത്മവിശ്വാസത്തോടു കൂടി നടക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതിൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു 10-65% പിന്തുണയില്ല CPM കഴിയുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അതിലൊന്നും ഒരു കുറവുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പുലി കാണുമ്പോൾ അത് ഗവൺമെൻറ് കുറ്റാണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പുലി ഇപ്പോൾ പല പ്രദേശങ്ങളിലുണ്ട്. പിന്നെ അങ്ങനെ പല അങ്ങനെ നായിനെ പിടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല പ്രചരണമുണ്ട്. പുലി ഇത് 2 പിടിച്ചിട്ടു, ഇപ്പോൾ കൂടുതലുണ്ട്, ഒരു 5-6 ഉണ്ടാകാനാണ് സാധ്യത. ആദ്യമായിട്ട് എൻ്റെ ഇവിടെ നിന്നാണ് പുലി നായിനെ കൊണ്ടുപോയത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോയത്. പുലി ഇപ്പോഴും ഉണ്ടെന്നാണ് നമ്മളെല്ലാം വിശ്വാസം ഉണ്ട്. നിങ്ങൾ ഇത് പുലി കൊണ്ടുവന്ന് കണ്ടു ലൈവായിട്ട് ഞാൻ കണ്ടു. ഫസ്റ്റ് ഏകദേശം ഒരു 2 മാസമായിട്ടുണ്ടാവും, ഏകദേശം 2-3 മാസമായിട്ടുണ്ടാവും. എന്തായിരുന്നു അപ്പോഴൊരു ഒരു അവസ്ഥ? ഒരു ഇപ്പോൾ നിലവിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ എന്താണ് ഒരു പേടിയാണ്, രാത്രി പ്രത്യേകിച്ച് പേടിയാണ്. ഈ സമയത്ത് ഇപ്പോൾ നായിനെ കിട്ടായിരിക്കുമ്പോൾ മനുഷ്യന്മാരിലേക്ക് വരും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പേടി എന്തായാലും ഉണ്ട്. വനം വകുപ്പോട് ഇപ്പോൾ എന്താണ് അടിയന്തരമായി പറയാനുള്ളത്? അതെ, എല്ലാ പുലിയും പിടിക്കണമെന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു ഭീതി എന്തായാലും നാട്ടിൽ നിന്ന് പോകണമല്ലോ. ആ രീതിയിൽ എല്ലാവർക്കും ഒരു രാത്രിയിൽ പുറത്തിറങ്ങാൻ എന്തായാലും ഒരു പേടിയാണ് എല്ലാവർക്കും. അതുപോലെ ഇപ്പോൾ വേനലവധി കാലമാണ്, കുട്ടികളൊക്കെ കളിക്കേണ്ട ഒരു സമയമാണ്. എന്താണ് കുട്ടികളെ അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ സ്കൂൾ അടച്ചു കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് പല ഭാഗത്തും കാട്ടിലെല്ലാം പോകും. അപ്പോൾ എല്ലാം ഫുൾ ടൈം കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ഭീതി കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും വനം വകുപ്പും അതേപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഇടപെട്ടിട്ട് എന്തായാലും ഈ പുലിനൊന്ന് ഈ ഒരു പ്രശ്നം എന്തായാലും പരിഗണന നമുക്ക് പറയാനുള്ളത്. ഈ ആദ്യം ഒരു തുരങ്കത്തിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, തലനാരിഴക്കാണ് ഒരു കുടുംബം രക്ഷപ്പെടുന്നത്. എങ്ങനെ കാണുന്നു അതിനെ? അതെ, അന്ന് ഫുൾ ടൈം ആ പുലി പോകുന്ന സമയത്ത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ ആ പുലിയാണ് ഇപ്പോൾ മിനിയാന്ന് പിടിച്ചതെന്നാണ് ഈ ഫോറസ്റ്റുകാർ പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ അന്ന് അത് ആ ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് ഒരു അടച്ചൊരു ഗുഹയിൽ ഇങ്ങനെ കിട്ടിയൊരു പുലിനെ പിടിക്കാൻ പറ്റാത്ത വലിയൊരു വീഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. നാട്ടുകാർക്ക് വലിയൊരു ദോഷം ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഈ വനം വകുപ്പിന് ആവശ്യത്തിന് വാഹനങ്ങളോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇല്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. അതിന് എന്താണ് പറയാനുള്ളത്? അതൊരു വാസ്തവമല്ല. പക്ഷേ അന്ന് ഈ പുലി എന്ന മടയിൽ കെണിഞ്ഞന്ന് ഏകദേശം ഒരു 10-40 വാഹനങ്ങൾ എന്നാണ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു എത്രയോ പൈസ കുറേ അന്ന് പക്ഷേ അത്ര നല്ലൊരു പൈസ ചിലവായിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അതൊന്നും ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പുലിയുള്ള സ്ഥലങ്ങളിൽ കൂടി വെക്കണം, 1-2. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വില്ലയിൽ ഒറ്റൊരു കൂടിയേ വെച്ചിട്ടുള്ളൂ. പല പ്രദേശത്തും ഇപ്പോൾ പുലി പാണ്ടിക്കണ്ടം, അതേപോലെ പിന്നെ ഈ നമ്മുടെ കരിച്ചേരി ഭാഗത്ത് എല്ലാം പുലിയുണ്ട് നല്ല രീതിയിൽ പിന്നെ പ്രചരണമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തെല്ലാം ഈ കൂടി വെച്ചിട്ട് 1-2-3 കൂടി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയുള്ള പുലിയെ പിടിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ 2ഓളം പുലികൾ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു കിണറിൽ വീണ് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരു പുലി എവിടെ ഇതേപോലെ ഈ പറഞ്ഞ ഈ വിഷയം 2 പുലികൾ നിലവിൽ നമ്മളിവിടെ കൊല്ലപ്പെടുത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് കിണറിൽ ചാടിയിട്ട് ചത്തതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് എന്തെങ്കിലും സംഭവിച്ചാണോ, മൃഗങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടല്. അപ്പോൾ അതും ഒരു വിഷയമാണ്. പിന്നെ പൊതുവേ ഈ പുലിയുടെ അതിനപ്പുറമായിട്ട് ഇവിടെയും ഒരുപാട് മറ്റ് ക്ഷുദ്രജീവികളുടെ പ്രശ്നമുണ്ട്. പന്നിയുടെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇപ്പോൾ മയിലിൻ്റെ വല്ലാത്ത ശല്യമുണ്ട്. കുരങ്ങന്മാരുടെ പ്രശ്നമുണ്ട്. കുരങ്ങന്മാർ വല്ലാത്ത കൃഷിക്കാർക്കെല്ലാം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഇപ്പോൾ കുരങ്ങുമായിട്ട് ഈ ബന്ധപ്പെട്ടാണ്. വിഷയത്തിൽ CH കുഞ്ഞമ്പു MLA ഇടപെടൽ പറയാതിരിക്കാൻ വയ്യ. ആ സമീപം ഉണ്ടായ സമയത്തിന് അദ്ദേഹം വരികയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഈ ഭീതി അകറ്റാൻ എന്താണ് അടിയന്തരമായി ഇപ്പോൾ ചെയ്യേണ്ടത്? വനം വകുപ്പ് പിന്നെ വിഷയമായി ബന്ധപ്പെട്ട് നമ്മുടെ MLA നിയമസഭയിൽ ഉൾപ്പെടെ സബ്മിഷൻ ഉന്നയിച്ച് ഈ വിഷയം അവതരിപ്പിച്ചതാണ്. ജനങ്ങളാകെ ബോധവൽക്കരണം നടത്തുന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ എല്ലാ ഇടപെടലും നടന്നിട്ടുണ്ട്. തുടർന്ന് സർക്കാർ തലത്തിൽ, അതായത് പിന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ എല്ലാ പ്രദേശത്തും പ്രാദേശികമായിട്ട് ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരണം നടത്തണം. അതായത് ഇത് വിഷയം അടിയന്തരമായി നമ്മൾ പരിഹരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതിനനുസരിച്ച് ഉയർന്നു വരാൻ ബന്ധപ്പെട്ട ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും നല്ല ശ്രമം നടത്തണം. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ പ്രാദേശികമായിട്ട് വലിയ രീതിയിൽ പിന്നെ ഈ കാര്യം കൈകാര്യം ചെയ്തത്. അപ്പോൾ അത് MLAയുടെ ശ്രദ്ധയിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് നല്ല നിലയിൽ പിന്നെ ജനകീയമായിട്ടുള്ളൊരു ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അലർട്ടായിട്ടുണ്ട് കൃത്യമായിട്ട്. എല്ലാ സമയത്തും കൊളത്തൂരാണ് ഇവർ ഏത് സമയത്ത് RRT ടീം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സമയത്തും. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടയാളങ്ങൾ രാവിലെ മണ്ണിനകത്ത് എവിടെയെങ്കിലും പട്ടിയുടെ പാട് കണ്ടാലും വിളിച്ചിട്ട് RRT അറിയിക്കുന്നൊരു സ്ഥിതിയുണ്ട് നിലവിലും പ്രാദേശികമായിട്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ കാസർഗോഡ് ജില്ലയിൽ
പുലികളുടെ സാന്നിധ്യമുണ്ടായി എന്നതിന് ചരിത്ര രേഖകളുണ്ട്. എന്തായാലും നമ്മോടൊപ്പം നെഹ്റു കോളേജ് ചരിത്ര അധ്യാപകനും ഗവേഷകനുമായ നന്ദകുമാർ കൂറത്തുകൂടി ചേരുന്നുണ്ട്. എന്തായാലും ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത്തരത്തിൽ പുലി ശല്യമുണ്ടായിരുന്നു. അതിനെ പിടിക്കുന്നവർക്ക് ഇനാമൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ കാസർഗോഡ് ജില്ലയിലുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ പുലി ഭീതിയിലാണ് കൊളത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശം. എന്താണ് ആ ഒരു കാലഘട്ടത്തിലുണ്ടായ സംഭവം? ഗവൺമെൻറ് ഉത്തരവ് പ്രകാരമുള്ളത് ചീറ്റയും കടുവയും ശല്യം വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ട് 30 രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു. അത് 1966 ആ സമയത്ത് കാസർഗോഡ് താലൂക്ക് സൗത്ത് കാനറയുടെ ഭാഗമായിരുന്നു. അപ്പോൾ കാസർഗോഡ് താലൂക്കിൽ തെക്ക് ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് പുലികളുടെ ശല്യമുണ്ടായിരുന്നു. അപ്പോൾ പുലിയും കടുവയും വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ പിടിച്ച് നൽകുന്നവർക്ക് 30 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു അരപ്പവൻ്റെ വില വരും. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി കാരണം അത്രമാത്രം ഒരു ഭീതി ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പുലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ. ഈ ചരിത്ര ഗവേഷകൻ എന്ന നിലയിൽ ചോദിക്കുന്നതാണ്, ഈ കൊളത്തൂർ ഭാഗങ്ങളിൽ ഇപ്പോൾ 2 പുലികളാണ് തുടർച്ചയായ 1 മാസത്തിനിടെ കൂട്ടിലായത്. എന്താണ് ഈ പ്രദേശത്ത് കൂടുതലായി പുലി ഉണ്ടാവാനുള്ള കാരണം? മാത്രമല്ല ഈ കർണാടകയിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പുലികളെ പിടികൂടി കേരളത്തിലേക്ക് വിടുന്നൊക്കെ ആരോപണം ആ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടാവും? കാസർഗോഡ് താലൂക്കിൽ ഒരു എല്ലായിടത്തും ഈ പുലിശല്യം ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് ഉത്തരവ് ഇറക്കുന്നത്. അതിന് പുറമെ മലബാറിൽ ഇതുപോലൊരു ഉത്തരവ് ഇറക്കിയുണ്ടായി ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിൽ. അല്ല, കാസർഗോഡ് ജില്ലയിൽ നിന്ന് പിടികൂടിയ പുലിയെ കർണാടക വനത്തിലേക്ക് സമീപത്ത് ജനവാസ മേഖലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു ആരോപണം ഇവിടെ നിലനിന്നിരുന്നു നേരത്തെ. നല്ല വനപ്രദേശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇവിടെ ശരിക്കും നമ്മുടെ ജില്ല തന്നെ വനപ്രദേശം വളരെയധികം സ്ഥലമായിരുന്നു. പിന്നെ കാലഘട്ടം മാറുമ്പോൾ കുടിയേറ്റങ്ങൾ വർദ്ധിച്ചു വന്നപ്പോഴാണ് വനപ്രദേശങ്ങളുടെ വ്യാപ്തി കുറഞ്ഞു വന്നത്. വനപ്രദേശം കൂടുമ്പോൾ എന്തായാലും അവിടെ പുലികളുണ്ടാവും. അപ്പോൾ ഈ പുലികൾ അധികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് സൂചിപ്പിക്കുന്നത് ഈ മൈസൂർ ആർക്കൈവ്സിലുള്ള രേഖകളാണ്. ബ്രിട്ടീഷുകാരുടെ ഗവൺമെൻറ്റിൻ്റെ ലെറ്റേഴ്സാണ്, പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള ലെറ്റേഴ്സാണ് നമുക്ക് അവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് അവിടെ പോയി നോക്കിയാൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന തന്നെ 2-3 ഉത്തരവ് അടുപ്പിച്ചിറക്കുന്നുണ്ട്. കാരണം പുലിശല്യം കാരണം പോലീസുകാർ കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്നെല്ലാം ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പുലിയെ വെടിയിച്ച് വന്നാൽ കുറ്റമില്ല, പക്ഷേ ഇപ്പോൾ കുറ്റമാണ്. ആ ഒരു കാലത്ത് കുറ്റമില്ല എന്ന് മാത്രമല്ല ഗവൺമെൻറ് 30 രൂപ ഇനാം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് വലിയൊരു ഗവൺമെൻറ് നീക്കമായിരുന്നു. അത്രമാത്രം പുലിശല്യം അപ്പോൾ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഈ നേരിടുന്ന ഈ പ്രതിസന്ധി അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്? അന്ന് കാലത്ത് പോലും ഇനാമ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ വലിയ ഭീതിയിലാണ് കൊളത്തൂർ പ്രദേശമൊക്കെ കഴിയുന്നത്? അത് എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? ഇപ്പോഴും ഏറ്റവും പറ്റിയൊരു വഴി എന്ന് പറയുന്നത് വനപ്രദേശങ്ങൾ സംരക്ഷിക്കുക. നല്ല അതിർത്തികൾ കെട്ടിക്കൊണ്ട് തന്നെ പുലികളെ കൊല്ലുന്നത് ശരിയായ ഒരു രീതിയല്ല. കാരണം നമ്മളെപ്പോലെ തന്നെ ജീവജാലങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ ഒരു അർഹതയുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വനാതിർത്തികൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നല്ല വേലികൾ കെട്ടുക, നല്ല പുറമേ കടക്കാർ രീതിയിൽ അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവുകയാണ് വേണ്ടത്. എന്തായാലും വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാസർഗോഡ് ജില്ലയിൽ പുലി സാന്നിധ്യം ഉണ്ടായി എന്ന് തന്നെയാണ് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കൊളത്തൂർ നിവാസികളുടെ പുലിഭീതി മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് വനം വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. അത്തരം ഇടപെടലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.